ഒട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് തോന്നിയതുകൊണ്ട് അവൾ സുഗന്ധിയിൽ നിന്നും മുഖം മറയ്ക്കുന്നതിന് വേണ്ടി മുഖം നന്നായി കഴുകി. അതിനുശേഷം തലവേദനയാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയിരുന്നു. ഹരിയേട്ടന് താനൊരു ബാധ്യതയാണോ എന്ന ചോദ്യം വീണ്ടും വീണ്ടും അവളെ വിളിച്ചുകൊണ്ടിരുന്നു. തന്നോടൊപ്പം സന്തോഷം എന്തെന്ന് ഹരിയേട്ടൻ അറിയുന്നില്ല. ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിൽ ഒരു ലോഹത്തകിടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത അവളെ വല്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നത്. അവൾ പോലും അറിയാതെ കണ്ണിൽ നിന്നും നീർമണികൾ പൊഴിയാൻ തുടങ്ങി. അത് വളരെ പെട്ടെന്ന് തന്നെ അവളുടെ കവിളുകളെ ചുംബിച്ചുകൊണ്ട് താഴേക്ക് ഉതിർന്നിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ കണ്ണുനീർ തുള്ളികൾ അവളിൽ നിന്നും പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊരു ജന്മമാണ് തൻ്റെ! സന്തോഷിക്കുവാൻ യാതൊന്നും ഈ ലോകത്തിൽ അർഹതപ്പെട്ടിട്ടില്ലാത്ത ഒരാളായി താൻ മാറിയല്ലോ. തന്നോടുള്ള സഹതാപം കൊണ്ട് തന്നെ ഭാര്യയാക്കിയത്. ഒരിക്കലും അദ്ദേഹത്തിന് തന്നെ ഭാര്യയായി കാണാൻ സാധിക്കില്ല. തന്നോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലെല്ലാം ശ്രീഹരി വീർപ്പ് മുട്ടും. അഭിനയിച്ചാണ് ജീവിക്കുന്നത്. വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താനൊരു ബാധ്യതയാവുകയാണെന്ന് അവൾക്ക് തോന്നി. ഹരിയേട്ടന് ഇതിൽ നിന്നും ഒരു മോചനം നൽകണം. അദ്ദേഹം ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഒരു കടപ്പാടിൻ്റെ പേരിൽ സ്വന്തം ജീവിതം ഹരിയേട്ടന് നഷ്ടമാകാൻ പാടില്ല. തന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല എങ്കിൽ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തന്നെ സംബന്ധിച്ചിടത്തോളം വേറെ താൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹരിയേട്ടൻ ഒരു വാക്കിൽ, ഒരു നോക്കിൽ തനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഹരിയേട്ടൻ, അദ്ദേഹം ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ സാമീപ്യവും അദ്ദേഹത്തിന് നൽകുന്ന അസ്വസ്ഥതകൾ മാത്രമായിരിക്കും. ഓരോന്ന് ചിന്തിക്കും തോറും കണ്ണുകൾ കലങ്ങുകയും അത് കണ്ണുനീരായി പരിണമിക്കുകയും ചെയ്തിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പുറത്ത് വണ്ടിയുടെ ഇരമ്പൽ കേട്ടപ്പോൾ അവൾ കണ്ണുകൾ തുടച്ച് ഉറങ്ങുന്നത് പോലെ കിടന്നിരുന്നു. കുറേ സമയങ്ങൾക്ക് ശേഷം മുറിയിൽ അവൻ്റെ സാന്നിധ്യം അറിഞ്ഞു. എന്തുപറ്റി ജാനി? അരികിലിരുന്ന് തലമുടിയിൽ തഴുകിയാണ് ചോദ്യം. ഒരു നിമിഷം അവളൊന്ന് പതറിയെങ്കിലും കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. അവളുടെ കലങ്ങിച്ചുവന്ന കണ്ണുകൾ കണ്ട് അവൻ്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. നീ കരഞ്ഞോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല ഹരിയേട്ടാ. അത് പറയുമ്പോൾ പോലും അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. നിനക്ക് തലവേദനയാണെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നീ കാര്യമായിട്ട് കരഞ്ഞതുപോലെ ഉണ്ടല്ലോ. എന്തുപറ്റി കരയാൻ മാത്രം? അതിനു മാത്രം എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല. എനിക്ക് തലവേദന ആയതുകൊണ്ട് കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതാണ് എന്ന് തോന്നുന്നു. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ ഈ തലവേദന. ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ട് കാണിക്കാം. നീ വേഗം റെഡിയാക്കി. അത്രയ്ക്കൊന്നും ഇല്ല ഏട്ടാ. അത് മാറി. എത്രയും പെട്ടെന്നോ? പണ്ട് മുതലേ ഉണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും നിനക്കൊരു തലവേദന. ഇല്ലാത്ത തലവേദനയുടെ കാര്യം പറഞ്ഞ് വെറുതെ ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കരുത് നീ. എന്തിനാണ് കരഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് അവൻ്റെ മുഖത്തെ ഭാവമൊക്കെ മാറി അവിടെ ഗൗരവം നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. ഏട്ടൻ്റെ അവസ്ഥയോർത്താണ് ഞാൻ കരഞ്ഞത്. അവൾ പറഞ്ഞത് മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവിശ്വസനീയതയോടെ. എൻ്റെ അവസ്ഥയോ? എൻ്റെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം? ഹരിയേട്ടൻ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് സ്നേഹിക്കുന്നത്. അത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. എന്നോടൊപ്പം ഉള്ള ഒരു നിമിഷം പോലും ഹരിയേട്ടൻ സന്തോഷവാനല്ലല്ലോ. അതിന്നാ ചേച്ചി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എത്ര സന്തോഷത്തോടെയാണ് അവരോടൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ അരികിലിരിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും സംസാരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഒരുപാട് ബുദ്ധിമുട്ടി എന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഹരിയേട്ടൻ്റെ ജീവിതത്തിൽ ഞാനൊരു ബാധ്യതയാകുന്നത് പോലെ. എൻ്റെ കാര്യം ഹരിയേട്ടൻ ചിന്തിക്കേണ്ട. ചേട്ടൻ്റെ മുൻപിൽ ഇനിയും നല്ലൊരു ജീവിതമുണ്ട്. ഇഷ്ടമില്ലാത്തൊരാളെ ജീവിതകാലം മുഴുവൻ ഹരിയേട്ടൻ ചുമക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈ താലി തിരികെ ചോദിക്കരുത്. എന്നെ വല്ല അനാഥ മന്ദിരത്തിലും കൊണ്ടാക്കിയാൽ മതി. ഞാൻ ഒരിക്കലും ഹരിയേട്ടൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഹരിയേട്ടൻ നല്ലൊരു ജീവിതം തുടങ്ങിയ അവിടെ ഞാൻ ഒരിക്കലും ഒരു ബാധ്യതയായും വരില്ല. ഹരിയേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം. നിർത്തടി. അവൻ്റെ മുഖം ദേഷ്യത്താൽ നിറഞ്ഞിരുന്നു. എന്തറിഞ്ഞിട്ടാണ് വലിയ വായിൽ പറയുന്നത്? തോന്നുന്നതെല്ലാം അങ്ങ് വിളിച്ചു പറയുവാണോ? എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. സങ്കടവും ദേഷ്യവും എല്ലാം ഒരുപോലെ അവൻ്റെ മനസ്സിനെ നീറ്റി തുടങ്ങിയിരുന്നു. തനിക്ക് ബുദ്ധിമുട്ടാണത്രേ. കുറച്ച് മുൻപ് പോലും താൻ അവളോട് ചെയ്തു പോയത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ച് വിലപിച്ചവനാണ്. ആ സ്നേഹം മുഴുവൻ അവൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചവനാണ്. അവളെ ഒന്ന് കാണുവാനായി കാത്തിരുന്നവനാണ്. ആ തന്നോടാണ് ഇപ്പോൾ അവൾ ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ദേഷ്യം നന്നായി തന്നെ വന്നു. നീ എനിക്ക് ബാധ്യതയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ എനിക്ക് കെട്ടണമായിരുന്നോടി.
മറ്റാരെങ്കിലും കിട്ടിയാൽ പോരെ? ഈ ജീവിതം എനിക്ക് പറ്റില്ലെന്ന് നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് പറ്റില്ലെന്ന് തോന്നി തുടങ്ങിയോ? ഗൗരവത്തോടെ അവൻ ചോദിച്ചപ്പോൾ മാത്രം അരുതാത്തത് എന്തോ കേട്ടതുപോലെ അവളുടെ മുഖം വിവരണമായി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ എനിക്ക് തോന്നില്ല ഹരിയേട്ട, അതെൻ്റെ മരണമായിരിക്കും. പക്ഷെ ഹരിയേട്ടൻ അങ്ങനെയല്ലല്ലോ. എന്നോടൊപ്പമുള്ള നിമിഷങ്ങളിലെല്ലാം ഹരിയേട്ടൻ അനുഭവിക്കുന്നത് വലിയ വീർപ്പുമുട്ടലായിരുന്നു. ദേവേട്ടൻ എന്നെ കൊണ്ട് കോളേജിൽ വിടാൻ പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ എന്താ പറഞ്ഞത്? അതിൻ്റെ ആവശ്യമില്ലെന്ന്. എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഹരിയേട്ടൻ അവരെ കൂട്ടി ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടു. അവർക്ക് തരുന്ന പരിഗണന പോലും ഹരിയേട്ടൻ്റെ ഉള്ളിൽ എനിക്കില്ല. ഹരിയേട്ടൻ ആരോടൊക്കെയുള്ള കടപ്പാട് തീർക്കുന്നത് പോലെ എന്നെ വിവാഹം കഴിച്ചതാണ്. അതിലും എനിക്ക് പരാതിയില്ല. പക്ഷെ കടമയുടെ പേരിൽ ചേട്ടൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. പരാതിയോടെ മനസ്സിലുള്ള നിഷ്കളങ്കത നിറഞ്ഞ അവളുടെ വർത്തമാനം കേട്ടവൻ തലയിൽ കൈവച്ച് പോയിരുന്നു. അപ്പം ഇതാണ് കാര്യം. സ്ത്രീ സഹജമായ അസൂയയാണ്. ഒരു നിമിഷം ഹരിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ജാനി, ആർദ്രമായായിരുന്നു അവൻ വിളിച്ചിരുന്നത്. തൻ്റെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കിയിരുന്ന കണ്ണീർ വാർക്കുകയാണ് അവൾ. ആ നിമിഷം അവൾ ചെയ്തത്, അവളുടെ ആ പ്രവൃത്തി അവനിലും വീണ്ടും ദേഷ്യമാണ് വരുത്തിയിരുന്നത്. ഇങ്ങോട്ട് നോക്കാൻ ദേഷ്യത്തോട് അവൻ പറഞ്ഞപ്പോൾ ഞെട്ടി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നോട് ഞാൻ കല്യാണം കഴിഞ്ഞ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്? എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന്? ഉണ്ടോന്ന് അവൻ ഒരിക്കൽ കൂടി കനപ്പിച്ച് ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്ന് തലയാട്ടി. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കാൻ കുറച്ച് സമയം വേണമെന്ന്. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വന്നാൽ എന്നെ സ്നേഹിക്കാമെന്ന്. അങ്ങനെയല്ലേ പറഞ്ഞത്? അത് മാത്രമല്ല, നീ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. എല്ലാം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നീ സ്നേഹിക്കുന്നതിൽ കൂടുതൽ ചിലപ്പോൾ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന്. നീ അതൊന്നും കേൾക്കുന്നില്ലല്ലോ. നിന്റെ ചെവിയിലാകെ നീ എനിക്ക് ബാധ്യതയാണ്, പ്രശ്നമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ലേ വരുള്ളൂ. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അതുതന്നെ നീ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ആദ്യം മുതലേ നീ പറയുന്നൊരു കാര്യമാണ് ഹരിയേട്ടൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ. സ്വന്തം ജീവിതം നശിക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഞാനൊന്നും ചെയ്യില്ല ഒരിക്കലും അങ്ങനെ. എൻ്റെ ജീവിതത്തിന് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കാൻ ഞാൻ മുൻകൈ എടുക്കില്ല. ജീവിതം നശിച്ചുവെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ അവളെ കൊണ്ടുപോയി വിട്ടതാണ് കാര്യമെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കുന്നില്ല. സമയം പോകും, തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയാൽ മതിയെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവൾക്കൊരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് അവളെ കൊണ്ടുപോയി വിട്ടത്. പിന്നെ രാവിലെ നിന്നെ കൊണ്ടുപോയി കോളേജിൽ വിടാത്ത കാര്യം. ഒരു മുറിയിൽ പോലും സാരി ഉടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത നീ എങ്ങനെയാണ് ഒരു ബൈക്കിന് പുറകിൽ സാരി ഉടുത്തിരിക്കുക? നിന്നെക്കൊണ്ട് ഞാൻ പോകേണ്ടത് കോളേജിലായിരിക്കില്ല, ഹോസ്പിറ്റലിലായിരിക്കും. അതുകൊണ്ടാണ് നീ ഓട്ടോയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞത്. ബസ്സിൽ പോയാലും നീ എവിടെയെങ്കിലും തട്ടി വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ രാവിലെ ദേവം പറഞ്ഞിട്ട് നിന്നെ ഓട്ടോയെ കയറ്റി വിട്ടത്. നിന്നെ ഒന്ന് കോളേജിൽ കൊണ്ടുപോയി വിട്ടുവെന്ന് കരുതി എനിക്കെന്ത് സംഭവിക്കാനാണെടി? ചെറിയ കാര്യങ്ങൾ വലുതാക്കി നീ ചിത്രീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. അതിനാണോ നീ ഇവിടെ ഇത്രയും വലിയൊരു കണ്ണീർ പുഴ ഒഴുകിയത്? ഈ കാര്യങ്ങളൊക്കെ നിനക്ക് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു? അതിനു മുൻപേ അവൾ ചിന്തിച്ചു കൂട്ടി. എന്തിനാ ചേട്ടാ എന്നെ രാവിലെ കൊണ്ടുപോകാഞ്ഞതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ മറുപടി പറഞ്ഞേനെയല്ലോ ഞാൻ. സോറി ഹരിയേട്ട. അവളുടെ മുഖത്തൊരു നിഷ്കളങ്കത നിറഞ്ഞു. അതോടൊപ്പം തന്നെ ആ മിഴികളൊന്ന് വിടർന്നതും അവൻ കണ്ടിരുന്നു. ജാനി, ഇത്തവണ അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. എനിക്കറിയാം നീ എൻ്റെ ഭാര്യയാണെന്ന്. നല്ല ബോധ്യമുണ്ട് ആ കാര്യത്തിൽ. മറ്റേതൊരു ബന്ധത്തിനേക്കാൾ കൂടുതൽ പവിത്രതയുള്ളതാണ് ഭാര്യാഭർത്തൃബന്ധം. അച്ഛനായും സഹോദരനായും സുഹൃത്തായും ഭർത്താവായും കാമുകനായും ഭർത്താവിന് മാത്രമേ മാറ്റാൻ സാധിക്കൂ. അത് തന്നെയാണ് ഞാൻ കാണുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ എൻ്റെ ഭാര്യയായി വന്നു. നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു. അത് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അതിനർത്ഥം നിന്നെ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല. ഇടയിൽ വെച്ച് ഉപേക്ഷിക്കുവാനല്ല ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യം തന്നെ എനിക്ക് നിന്നെ കൂടെ കൂട്ടാതിരുന്നാൽ മതിയായിരുന്നല്ലോ. മരണവും വിവാഹവും ഒന്നേ ഉള്ളൂ ശ്രീഹരിക്ക്. ഇനി ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും നിൻ്റെ മനസ്സിൽ വേണ്ട. പിന്നെ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ നിന്നോട് ചോദിക്കട്ടെ? എന്താ ഹരിയേട്ടാ? നിനക്കെന്നെ സംശയമുണ്ടോ? ഹരിയേട്ടാ, സർവം മറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ. മറ്റൊന്നും കൊണ്ടല്ല, ഇടയ്ക്ക് നീ പറയുന്നുണ്ട് നല്ലൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ ഞാനതിന് തടസ്സമാകില്ലെന്ന്. ഞാനങ്ങനെ മറ്റൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആരെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നിനക്ക് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലും വിഷമം വന്നാൽ
നീ ആദ്യം തന്നെ അത് പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ ഹരിയേട്ട. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഹരിയേട്ടൻ എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒട്ടും സാധിക്കുന്നില്ലെങ്കിൽ നീ മാറിത്തരുമോ? സാധിക്കുന്നില്ലെങ്കിൽ നീ മാറിത്തരുമോന്ന് ഗൗരവപൂർവമായിരുന്നു അവൻ്റെ ചോദ്യം. എന്നാൽ അതിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയുമായിരുന്നില്ല. പറ, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമോ? ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കല്ലേ ഹരിയേട്ട. അതും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയിരുന്നു. അവൾ അങ്ങനെ ചെയ്യുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ, അല്ലേ?